ഇന്നത്തെ കാലത്തെ പത്രവും ചാനലുകളുമൊക്കെ തുറന്നു നോക്കിയാൽ കാണുന്ന വാർത്തകൾ മലയാളിയുടെ ഉറക്കം കെടുന്നവ തന്നെയാണ്. കൊച്ചിയിൽ 4 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട, 2 യുവതികൾ അറസ്റ്റിൽ. മലപ്പുറത്ത് MDMA യുവാവ് പിടിയിൽ. ഭർത്താവ് നാട്ടിലെത്തിയ ലഹരി ഉപയോഗം മുടങ്ങുമോ എന്ന ഭയത്തിൽ ഭാര്യയും കാമുകനും ചേർന്ന് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി. അതുപോലെ നടുറോഡിൽ കാർ തടഞ്ഞു നിർത്തി ഭാര്യയുടെ മുന്നിലിട്ട് യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ട. കണ്ണൂരിൽ ബാങ്ക് ജീവനക്കാരിയെ ഓഫീസിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് പ്രതി പോലീസ് പിടിയിൽ. അതുപോലെ തന്നെ അമ്മയെ കൊന്ന ആഷിഖിനെയും ഭാര്യയെ കൊന്ന യാസിറിനെയും ലഹരിയിലേക്ക് തള്ളിവിട്ടത് താമരശ്ശേരിയിലെ ആ തട്ടുകടയോ? ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇന്ന് പത്രത്തിലും ചാനലുമൊക്കെ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പരമ്പര കൊലപാതകങ്ങൾ, മാറുന്ന രീതികളും മനസ്സിൻ്റെ ഇരുണ്ട മുഖവും ഇപ്പോൾ എന്താണ് കേരളത്തിനും മലയാളികൾക്കും സംഭവിക്കുന്നത്? പതിവായി ദേഷ്യം വരുമ്പോൾ നമ്മുടെ വായിൽ നിന്നും വരുന്ന ചില വാക്കുണ്ട്. നിന്നെ കൊല്ലാൻ തോന്നുന്ന ദേഷ്യമാണ് എനിക്കെന്ന്. ദേഷ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പലരുടെ വായിൽ നിന്നും അവരറിയാതെ തന്നെ വീഴും ഈ വാക്കുകൾ. പക്ഷേ ഈ വാക്കുകൾ വെറുതെ ഇല്ലെന്ന് മനോരോഗ വിദഗ്ധർ പറയുന്നു. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏതോ മൂലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദുഷ്പ്രവൃത്തിയുടെ തുടക്കം അവിടെ മിന്നുന്നുണ്ട്. നിയമത്തിൻ്റെ കണ്ണും ശിക്ഷയുടെ ഭയവും മതവിശ്വാസങ്ങളുടെ കടിഞ്ഞാണുമില്ലെങ്കിൽ ആ പുകഞ്ഞ് തീയയക്കാം. കേരളത്തിൽ കുറച്ചു കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന പൈശാചിക സംഭവങ്ങൾ ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇതിനൊക്കെ പിന്നിൽ? കേരളം എന്താ ഇങ്ങനെയെന്ന്? കേരള പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന ചില കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2022 334 കൊലപാതകങ്ങൾ, 2023 അത് 352. കഴിഞ്ഞ വർഷം 2024 335. കൊലപാതകങ്ങളുടെ എണ്ണം കുത്തനെ കൂടുന്നില്ല, പക്ഷേ രീതിയും സ്വഭാവവും മാറുകയാണ്. അതുതന്നെയാണ് ആശങ്ക. നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ആവേശത്തിൻ്റെയും അക്രമത്തിൻ്റെയും ചോരപ്പാടുകളുടെയും പുതിയ മുഖങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? പ്രധാനം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തന്നെയാണ്. പിന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം. പക്ഷേ പലതുണ്ട് കാരണങ്ങൾ. കേരളത്തിൽ കൊലപാതകങ്ങൾക്ക് പുതിയൊരു മുഖം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ് പോലീസിൻ്റെ പറച്ചിൽ. ആസൂത്രണമില്ലാതെ, ഉദ്ദേശമില്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഹോട്ട് ടെമ്പേർഡ് എന്ന് വിളിക്കുന്ന കൊലപാതകങ്ങൾ, അതും സ്വന്തം കുടുംബത്തിനുള്ളിൽ. ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 65 കൊലപാതക കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 70 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയോളം കേസുകൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൊലപാതകങ്ങളാണെന്നാണ് ഞെട്ടിപ്പിക്കുന്നത്. തിരുവനന്തപുരം എന്ന തലസ്ഥാനം അതിൽ മുന്നിലാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ 14. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൂടത്തായി കൊലപാതക പരമ്പര, പിന്നെ നന്തങ്കോട് ദുരന്തം, വെഞ്ഞാറമൂട്ടെ കൊലപാതകങ്ങൾ, ഇവയൊക്കെ കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങൾ തന്നെയാണ്. ഇതിലൊക്കെ ഒരു കുടുംബത്തിലെ സുപ്രധാന കണ്ണികളാണ് ജീവനറ്റ് പോയത്. 14 വർഷത്തിനിടെ 6 പേർക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ കൂടത്തായി കേസ് 2019 സംസ്ഥാനത്തെ ഞെട്ടിച്ച് പുറത്തു വന്നത്. 8 വർഷം മുമ്പ് ഒരു മകൻ 4 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ തിരുവനന്തപുരത്തെ നന്തങ്കോട്ടെ ആ കൂട്ടക്കൊല ഇന്നും നഗരത്തെ നടക്കുന്നുണ്ട്. ജനുവരിയിൽ പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര എന്നൊരാൾ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒരു അമ്മയെയും മകനെയും വെട്ടിക്കൊന്നു. മാർച്ച് 12 പെരുമ്പാവൂരിൽ 65-കാരനായ ജോണിയെ മകൻ മെൽജോ ചവിട്ടിക്കൊന്നു. ഫെബ്രുവരി 5 വെള്ളറടയിൽ 28-കാരനായ പ്രജിൻ ജോസ് പിതാവിനെ വടിവാളിന് വെട്ടിക്കൊന്നു. ലഹരി തന്നെ കാരണം. കുടുംബത്തിനപ്പുറം 17 കേസുകൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള നിസ്സാര തർക്കങ്ങളിൽ നിന്നും ഉണ്ടായവയാണ്. കൊലപാതകത്തിന് മറ്റും ചില നിസ്സാര കാരണങ്ങളുണ്ട്. തട്ടുകടയിൽ ഭക്ഷണം നൽകിയപ്പോൾ ചമ്മന്തി നൽകിയില്ല, അല്ലെങ്കിൽ 100-200 രൂപ കടം ചോദിച്ചിട്ട് നൽകിയത് തിരിച്ചു നൽകിയില്ല. ഇവയൊക്കെയാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിനുണ്ടായ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ. പൊതു ഇടങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനും തടയാനും പോലീസുണ്ട്. മുക്കിനും CCTVകളുണ്ട്. പക്ഷേ വീട്ടിനുള്ളിലോ അയൽപ്പക്കങ്ങളിലോ ഉണ്ടാകുന്ന സ്പർദ്ധ, കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ കണ്ടെത്താൻ ഇന്നും കേരള പോലീസ് നിസ്സഹായരെന്ന് പറയേണ്ട, അവർ പരിമിതരാണ്. കുടുംബങ്ങളുടെ സ്വകാര്യതയ്ക്കുള്ളിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ കണ്ടെത്താൻ പോലും പോലീസിന് പരിമിതിയുണ്ട്. ലഹരി മരുന്ന് കടത്തിനിടെ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കിയ പോലീസ് ഈ വർഷം ആദ്യ 2 മാസങ്ങളിൽ മാത്രം 6878 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ലഹരി മരുന്ന് ഉപയോഗവും കടത്തും അറസ്റ്റുമൊക്കെ വർദ്ധിച്ചപ്പോൾ ഡി ഹണ്ട് പോലീസ് ശക്തമാക്കി. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന 65 കൊലപാതകങ്ങളിൽ 37 ആവേശത്തിൻ്റെ പിന്നിൽ ഉണ്ടായവയാണ്. മുൻകൂട്ടിയുള്ള ആലോചനയോ ഗൂഢാലോചനയോ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്നുണ്ടായ ആവേശത്തിൽ കൊന്നുതള്ളി. 10 കേസുകൾ വിവാഹേതര ബന്ധങ്ങളിൽ നിന്നും 11 കേസുകൾ പഴയ വൈരാഗിൽ നിന്നും ഉടലെടുത്തു. 4 കേസുകൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്.
കുടുംബ കൊലപാതകങ്ങളിൽ മാനസികാരോഗ്യം ഒരു പ്രധാന ഘടകമാണെന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു. ഇതിൽ 22 കേസുകൾ മദ്യത്തിൻ്റെ ലഹരിയിൽ നടന്നവയും 2 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടവയുമാണ്. അനൗപചാരിക കണക്കുകൾ പറയുന്നത് 12-14 കേസുകളിൽ അന്വേഷിച്ചപ്പോൾ പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചവരെന്നാണ്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഷബാസിന്റെ കൊലപാതകം കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. ട്യൂഷൻ സെന്ററിലെ വിടവാങ്ങൽ പരിപാടിയിലെ തർക്കം, സോഷ്യൽ മീഡിയയിലെ വധഭീഷണി, ഒടുവിൽ മാർച്ച് 1 തെരുവിൽ വിദ്യാർത്ഥികൾ കാട്ടിക്കൂട്ടിയ ആക്രമണം. 5 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ഇവർ സോഷ്യൽ മീഡിയ വഴി ആക്രമണം ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അക്രമാസക്തമായ ഉള്ളടക്കങ്ങൾ കാണുന്നത് കുട്ടികളെയും കൗമാരക്കാരെയും ഡീസെൻസിറ്റൈസ് ചെയ്യുന്നുവെന്നാണ് മനഃശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത്. അക്രമം അവർക്ക് ഞെട്ടലുണ്ടാക്കുന്നില്ല. ലഹരിയും കോപവും ഒത്തുചേർന്നാൽ അത് കൊലപാതക ആസക്തിയായി മാറുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഏറ്റവും ഒടുവിൽ മാർച്ച് 18 കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ യാസിർ എന്ന 25-കാരൻ തൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവം മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മാതാപിതാക്കളെ ആക്രമിക്കുകയും ചെയ്തതാണ്. കുട്ടികളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെക്കാൾ ഇപ്പോൾ അവരെ ഭയക്കുകയും സംശയത്തോടെ നോക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് ഇന്ന് കേരളത്തിലുള്ളത്. കാരണം സമൂഹം മാതാപിതാക്കൾക്ക് നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല. എത്ര ഒതുങ്ങി ജീവിക്കുന്ന കുട്ടിയായാലും എവിടെയോ എന്തോ ഒരു പാകപ്പിഴയുണ്ടോ എന്ന സംശയം ഓരോ മാതാപിതാക്കളിലും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. വിദ്യാഭ്യാസം തൊഴിലിനു വേണ്ടി മാത്രം ഒതുങ്ങരുത്, മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് ശ്രദ്ധ വേണം എന്നതാണ് ഇനിയെങ്കിലും സർക്കാർ അറിയേണ്ടത്. കുട്ടികൾക്ക് ആരോഗ്യകരമായ മനസ്സും ആരോഗ്യകരമായ ചുറ്റുപാടും ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാകണം. അവരുടെ വിദ്യാഭ്യാസം വെറും തൊഴിലന്വേഷണത്തിന് വേണ്ടി മാത്രമായി ഒതുങ്ങരുത് എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.